നമ്മുടെ ഫിസിക്സിലെ വെക്ടേഴ്സ് എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിസൾട്ടന്റ് ഇക്വിലിബ്രിയം ഒക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എക്സാമിന് റിസൾട്ടന്റിന്റെ ഡെഫിനിഷൻ പ്രത്യേകം ചോദിക്കാറുണ്ട്. അപ്പോൾ റിസൾട്ടന്റിന്റെ ഡെഫിനിഷൻ ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിക്കാം. റിസൾട്ടന്റിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിഫൈൻ റിസൾട്ടന്റ് ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് എ ഫോഴ്സ് അല്ലെങ്കിൽ ഓഫ് എ വെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് മസ്റ്റ് ആയിട്ടും എഴുതാൻ പഠിച്ചിരിക്കണം. അപ്പോൾ വാട്ട് ഈസ് റിസൾട്ടന്റ് ഓഫ് എ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് റിസൾട്ടന്റ് ഓഫ് ഫോഴ്സസ്? റിസൾട്ടന്റ് ഓഫ് ടു ഓർ മോർ ഫോഴ്സസ് acting on a body is the single force which alone can produce the combined effect of these forces. രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ഫോഴ്സുകളുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫോഴ്സ് ആണ്. ആ സിംഗിൾ ഫോഴ്സിന് ഈ ആദ്യം പറഞ്ഞ രണ്ടിൽ കൂടുതൽ ഫോഴ്സുകൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പാരലൽ ഫോഴ്സിന്റെ ഡെഫിനിഷൻ ഇതാണ്: ഫോഴ്സസ് whose lines of action are parallel to each other are known as parallel forces. അപ്പോൾ എന്താണ് പാരലൽ ഫോഴ്സ്? ഫോഴ്സസ് ഹൂസ് ലൈൻസ് ഓഫ് ആക്ഷൻ. അപ്പൊ ഈ ടേം ഇതെന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോഴ്സസ് വിച്ച് ആർ പാരലൽ ടു ഈച്ച് അതർ എന്നല്ല പറയേണ്ടത്. ഫോഴ്സസ് ഹൂസ് ലൈൻസ് ഓഫ് ആക്ഷൻ ആർ പാരലൽ ടു ഈച്ച് അതർ ആർ നോൺ ആസ് പാരലൽ ഫോഴ്സസ്. ഇനി അത് തന്നെ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ലൈക്ക് ഫോഴ്സസ് unlike forces. ഈ ലൈൻസ് ഓഫ് ആക്ഷൻ പാരലൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ രണ്ട് ഫോഴ്സ് വെക്ടർ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഈ ഫോഴ്സ് വെക്ടർ ഇത് F1 ഇത് F2, ഇനി വേറൊരെണ്ണം ഇത് F3. ഓക്കെ, അപ്പോൾ ഇനി ഇത് F4. 4 ഫോഴ്സ് വെക്ടർ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ നിങ്ങൾക്ക് അറിയാം. മാഗ്നിറ്റ്യൂഡ് ലെങ്ത് കൊണ്ടും ഡയറക്ഷൻ ആരോടെ ആ ഒരു ഡയറക്ഷൻ കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ഫോഴ്സസും പാരലൽ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം പാരലൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള അവർ ഒരേ ഡയറക്ഷനിൽ പോകുമ്പോഴാണ് നമ്മൾ പാരലൽ എന്ന് പറയുന്നത്. അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ആന്റി പാരലൽ. അപ്പോൾ ഇനി ഞാൻ ഈ F1 F2 മാത്രം നിങ്ങൾ ഈ രണ്ട് ആളുകളെ മാത്രം നോക്കിയേ. ഈ രണ്ടാളുകളുടെ പ്രത്യേകത എന്താണ്? ഈ രണ്ടാളുകൾ ആന്റി പാരലൽ ആണ് ഈച്ച് അതർ. അതായത് ഒരാളുടെ ഡയറക്ഷൻ നേരെ അവർ തമ്മിലുള്ള വരുന്ന ഡിഗ്രി എങ്ങനെയാണ്? 180 ഡിഗ്രിയാണ്. ഈ 180 ഡിഗ്രി വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റി പാരലൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സസുകൾ ആന്റി പാരലൽ ആണ്. ഇനി F1ഉം F3യും എടുത്ത് അപ്പൊ എങ്ങനെയാണ്? ഇവർ തമ്മിൽ ആംഗിൾ എന്താ വരുന്നത്? 0 ഡിഗ്രി. ഒരേ ഡയറക്ഷനിലാണല്ലേ. ഇയാൾ എങ്ങനെ നിൽക്കുന്നു? അതിൽ നിന്ന് 1 ഡിഗ്രി പോലും മാറാതെ അതേ ഡിഗ്രിയിൽ തന്നെയാണ്, അല്ലേ? അപ്പോൾ F1ഉം F3യും എന്താണ്? F1ഉം F3യും പാരലൽ ആണ്. ഈ F1ഉം F2ഓ ആന്റി പാരലൽ. ഇനി ഈ 4 ഫോഴ്സുകളും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇവരുടെ ലൈൻസ് ഓഫ് ആക്ഷൻ പാരലൽ ആണ്, അല്ലെ? ഇവരെല്ലാവരും പാരലൽ ഫോഴ്സസ് ആണ്. കാരണം അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും അവരുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ അതേപോലെ ഒരു ലൈൻ അതേപോലെ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ഇവിടെ. അപ്പോൾ ലൈൻസ് ഓഫ് ആക്ഷൻ 4 പേരുടെ എന്താണ്? പാരലൽ ആണ്. അപ്പൊ ഈ 4 ഫോഴ്സിനെ നമുക്ക് എന്തിന്റെ കാറ്റഗറി പെടുത്താം? പാരലൽ ഫോഴ്സ് എന്ന് പറയാം, അല്ലെ? പക്ഷേ ഈ F1ഉം F2ഉം എടുക്കുകയാണെങ്കിൽ അവരെ എങ്ങനെയാ പറയേണ്ടത്? F1ഉം F2ഉം അവർ രണ്ടുപേരും എന്താണ്? F1ഉം F2ഉം ആന്റി പാരലൽ ആണ്, അല്ലേ? അപ്പൊ അവർ അൺലൈക്ക് ഫോഴ്സസ് എന്നാണ് നമ്മൾ പറയുന്നത്. രണ്ട് ഫോഴ്സുകൾ സെയിം ഡയറക്ഷനിൽ, അതായത് അവർ പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ദേ ആർ ലൈക്ക് ഫോഴ്സസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ലൈക്ക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ മാറ്റി എഴുതണം? ഫോഴ്സസ് which are parallel to each other.
ഇവിടെ ലൈൻസ് ഓഫ് ആക്ഷൻ അല്ല, ആ വെക്ടർ തന്നെയാണ് പറയുന്നത് അല്ലെ. ഫോഴ്സസ് വിച്ച് ആർ പാരലൽ ടു ഈച്ച് അതർ ആർ നോൺ ആസ് ലൈക്ക് ഫോഴ്സസ്. ഫോഴ്സസ് which are anti-parallel to each other. Anti-parallel means 180 degree വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുമ്പോൾ 180 degree. Anti-parallel to each other. Forces which are anti-parallel to each other are known as, എന്താണ് നമ്മൾ പറയുന്നത്, unlike forces. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് നോക്കി അറിയാം, ഇത് പാരലൽ ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്, ഇത് ലൈക്ക് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്, ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്, അൺലൈക്ക് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ പാരലൽ ഫോഴ്സസിൽ തന്നെ വരുന്നതാണ് എന്ത്, ലൈക്ക് ഫോഴ്സസും അൺലൈക്ക് ഫോഴ്സസും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി ലൈക്ക് ഫോഴ്സസിന്റെ സമ്മ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, ഇത് ലൈക്ക് ഫോഴ്സസ് ആണല്ലേ. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ വരുമ്പോൾ നമ്മൾ റിസൾട്ടന്റ് എങ്ങനെയാണ് എടുക്കുന്നത്, ജസ്റ്റ് അവരെ തന്നെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരെയും കൂടെ F1 + F3 ആഡ് ചെയ്താൽ മതി. ഇനി ഇവിടെ ആന്റി പാരലൽ വരുമ്പോഴോ ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടെ സബ്ട്രാക്ട് ചെയ്യണം, ഡിഫറൻസ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാരലൽ ഫോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൊമെന്റ് ഓഫ് എ ഫോഴ്സ്. ഒരു ഫോഴ്സിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന്. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതൊരു ഫോഴ്സ് F, ലെറ്റ് F ബി എ ഫോഴ്സ്. ഇത് എ പോയിന്റ്, ഇത് ബി പോയിന്റ്. അപ്പോൾ ഞാൻ മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് F അബൌട്ട് എ പോയിന്റ് എ. ഈ എന്താണ് ഈ മൊമെന്റ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് മൊമെന്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് എ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഫ്രം ദി ഗിവൺ പോയിന്റ്. അതായത് ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, ഇവിടെയാണല്ലേ, ഇതാണല്ലേ ലൈൻ ഓഫ് ആക്ഷൻ. ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ, ഈ ഒരു ലൈൻ, അതാണ് ലൈൻ ഓഫ് ആക്ഷൻ. അപ്പോൾ ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും നമ്മൾ ഏത് പോയിന്റിനെ വെച്ചിട്ടാണോ മൊമെന്റ് പറയുന്നത് ആ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എ ബി ആണല്ലേ. അപ്പൊ F ഇൻറ്റു എ ബി എന്ന് പറയുന്നതാണ് എന്ത്, മൊമെന്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് എ ഗിവൺ പോയിന്റ് എ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളില് ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്, മൊമെന്റ് അബൌട്ട് എ. മൊമെന്റ് നമ്മൾ എപ്പോഴും ഒരു ഫോഴ്സിന് പറയുന്നത് ഒരു പ്രത്യേകം പോയിന്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് അബൌട്ട് എ പോയിന്റ് എ ഈസ് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഫ്രം എ ഗിവൺ പോയിന്റ് എ. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ദിസ് ദി മൊമെന്റ് ഓഫ് എ ഫോഴ്സ് ഈസ് ദി പ്രോഡക്റ്റ്, മൊമെന്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് എ പോയിന്റ് എന്ന് എഴുതണം കേട്ടോ. മൊമെന്റ് ഓഫ് എ ഫോഴ്സ് about a point is the product of force and perpendicular distance of the line of action of the force about a given point. ഇവിടെ ഈ എക്സാമ്പിൾ എങ്ങനെയാണ്, മൊമെന്റ് ഓഫ് ഫോഴ്സ് F അബൌട്ട് പോയിന്റ് എ എന്ന് പറയുന്നത് എന്താണ്, F ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു എ ബി. F ഇൻറ്റു അതിനെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോ എ ബി എന്ന് പറയുന്ന ഒരു ബോഡി, അതിൻ്റെ അകത്ത് കുറെ ഫോഴ്സ് F1 F2 F3 F4 ഇങ്ങനെ കുറെ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് പോയിന്റ്സ് L M N O. ഇപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു ബോഡി, അതിൻ്റെ അകത്ത് L എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1, M എന്ന് പറയുന്ന പോയിന്റിൽ F2, N F3, O F4. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നമുക്ക് മൊമെന്റ് എന്ന് പറയുന്നത് ഈ എന്താ F1 എന്ന് പറയുന്ന ഫോഴ്സിന്റെ മൊമെന്റ് എന്തായിരിക്കും, F1 ഇൻറ്റു AL അല്ലെ. അപ്പോൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് F1 അബൌട്ട്, ഞാൻ എല്ലാം പറയുന്നത് അബൌട്ട് പോയിന്റ് എ ആണ്, അബൌട്ട് പോയിന്റ് എ. മൊമെന്റ് അബൌട്ട് പോയിന്റ് എ കണ്ടുപിടിക്കാൻ പോവാണ്.
അപ്പോൾ ആദ്യം നമ്മൾ എന്താ മൊമെന്റ് ഓഫ് ഫോഴ്സ് F1 എബൌട്ട് പോയിന്റ് എ എന്താന്ന് എഴുതാം. എബൌട്ട് പോയിന്റ് എ ഈക്വൽ ടു എന്ത് വരും? F1 AL. F1 ഇൻറ്റു AL. പ്രോഡക്റ്റ് അല്ലേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് AL, ഫോഴ്സ് F1. ഇനി അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഫോഴ്സ് F2 എബൌട്ട് പോയിന്റ് എ എന്ത് വരും? F2 AM. അടുത്തത് അതുപോലെ എന്ത് വരും? F3 എബൌട്ട് പോയിന്റ്, സെയിം പോയിന്റ് തന്നെയാണ്. അപ്പോൾ F3 ഇൻറ്റു AN. അടുത്തത് എന്ത് വരും? F4 ഇൻറ്റു AO. അപ്പോൾ ഈ ഫോഴ്സുകളുടെ എല്ലാം എന്താണ് മൊമെന്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഫോഴ്സുകളെല്ലാം കൂടി ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബോഡിക്ക് മൊത്തത്തിലുണ്ടാകുന്ന മൊമെന്റ് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്ന? എബൌട്ട് ദിസ് പോയിന്റ് എ, ഈ എ എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് തന്നെ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ മൊമെന്റ് ഈക്വൽ ടു F1 AL പ്ലസ് F2 AM പ്ലസ് F3 AN പ്ലസ് F4 AO. ഇപ്പൊ നമ്മള് മൊമെന്റ് ഓഫ് ഫോഴ്സസ് എബൌട്ട് എ പോയിന്റ് എ എല്ലാ ഫോഴ്സിന്റെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ എല്ലാം ഓൾജിബ്രായിക് സം ആണ് എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾജിബ്രായിക് സം ഓഫ് മൊമെന്റ് ഓഫ് ഫോഴ്സസ് എബൌട്ട് എ പോയിന്റ്. ഈ ഓൾജിബ്രായിക് സം എന്ന് ഉദ്ദേശിച്ചത് പ്ലസ് വരാം മൈനസ് വരാം അല്ലെ. ഇനിയിപ്പോ ഇവിടെ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ മൈനസ് എടുത്തിട്ടാണ് മൊമെന്റ് എഴുതുന്നത്. അതുകൊണ്ട് പ്ലസും മൈനസും മിക്സ് ചെയ്ത് വരാമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ പറയുന്നതാണ് ഓൾജിബ്രായിക് സം എന്ന്. ഓക്കെ, F2 F3 F4 പാരലൽ ലൈക്ക് ഫോഴ്സസ് ആണ്, അതുകൊണ്ടാണ് സം വന്നത്. R ഈക്വൽ ടു F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 നേരെ കൂട്ടിയാൽ മതി അല്ലെ. എല്ലാം പാരലൽ ഫോഴ്സസ് അല്ലേ, അപ്പൊ എല്ലാം കൂടെ കൂട്ടണം. അപ്പൊ അത് മിഡിൽ പോയിന്റിലായിട്ട് നമുക്ക് ആ റിസൾട്ടന്റ് കാണിക്കാം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത്തിരി കൂടെ താഴോട്ട് വരച്ച് കാണിക്കണം. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയതാണ്. അപ്പൊ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സ്ട്രൈറ്റ് ആയിട്ട് കാണിക്കണം. റിസൾട്ടന്റെ മാഗ്നിറ്റ്യൂഡ് ഈ പറഞ്ഞ F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 ആയിരിക്കും. ഓക്കെ, ഇനി മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് എബൌട്ട് ഗിവൺ പോയിന്റ് എ. ഇതൊരു റിസൾട്ടന്റ് ഫോഴ്സ് അല്ലേ, ഇതിന്റെ എല്ലാം കമ്പൈൻഡ് എഫക്ട് ഈ ഒറ്റ ഫോഴ്സിനുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് മൊമെന്റ് ഓഫ് ദിസ് റിസൾട്ടന്റ് എബൌട്ട് എ ഗിവൺ പോയിന്റ് എന്ന് പറയുന്നത് എഴുതാം. മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് ആർ എബൌട്ട് ഗിവൺ പോയിന്റ് എ എന്തായിരിക്കും? ഈ ഇതുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ. ഇപ്പൊ ഇങ്ങനെ AP എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? AP ഇൻറ്റു R എന്ന് വരും അല്ലെ. അപ്പൊ AP ഇൻറ്റു ആ ഫോഴ്സ് എങ്ങനെ എഴുതാം നമുക്ക്? F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4. മനസ്സിലായി? അപ്പൊ മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് എബൌട്ട് എ ഗിവൺ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? AP ഇൻറ്റു F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ നമ്മൾ ആദ്യം എഴുതിയില്ലേ ഓരോ ഫോഴ്സിന്റെയും മൊമെന്റ്സ് കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്നത്. അത് തന്നെയായിരിക്കും എങ്ങനെ വരുന്നത്? റിസൾട്ടന്റിൻ്റെത് അതേ പോയിന്റ് വെച്ച് കണ്ടുപിടിച്ചത്. അതായത് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ഈ എക്സ്പ്രഷൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വാല്യൂ കിട്ടുമോ അത് തന്നെ ആയിരിക്കും എവിടെ വരുന്നത്? നമ്മുടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓൾജിബ്രായിക് സം നമ്മൾ ഇവിടെ എഴുതിയില്ലേ അവിടെ കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് പറയാം? ഓരോ മൊമെന്റിന്റെയും സം നമ്മൾ എടുത്തത് അല്ലെ. F1 AL പ്ലസ് F2 AM പ്ലസ് F3 AN പ്ലസ് F4 AO തന്നെയാണ് എന്ത്? നമ്മുടെ റിസൾട്ടന്റ് R ഇൻറ്റു എ പി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോപ്ലാനാർ ഫോഴ്സസിന്റെ കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം. അപ്പൊ എങ്ങനെയാണ് ഈ കോപ്ലാനാർ ഫോഴ്സസിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്, അതായത് ഒരു ബോഡിയിലേക്ക് കുറെ കോപ്ലാനാർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോഡി AB എന്ന് പറയുന്ന ഒരു ബോഡി W1 W2 W3 എന്ന് പറയുന്നത് അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. അതുപോലെ തന്നെ മുകളിലേക്ക് കാണിച്ചിരിക്കുന്ന രണ്ട് ഫോഴ്സ് T1 T2. അത് ഇങ്ങനെ W എന്ന് കാണിക്കാൻ കാരണം നമ്മളെപ്പോഴും വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ് അല്ലെ.
വെയിറ്റ് എന്ന് പറയുന്നത്, വെയിറ്റ് എപ്പോഴും ഒരു ബോഡിയുടെ വെയിറ്റ് എപ്പോഴും താഴേക്കായിരിക്കും ഡയറക്ഷൻ. അതുകൊണ്ടാണ് W എന്ന് പറയുന്നത് W1, W2, W3 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഡൗൺവേർഡ് ഫോഴ്സസ് ആണ്. അതുപോലെ ഒരു സ്ട്രിങ്ങിന്റെ അല്ലെങ്കിൽ എന്താ ഒരു ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എന്ന് പറയുന്നത് എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. അതാണ് T എന്ന് പറയുന്നത് T1ഉം T2ഉം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കോപ്ലനാർ ഫോഴ്സസ് ആണ് അല്ലേ. അപ്പോൾ ഈ കോപ്ലനാർ ഫോഴ്സസ് ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ടൈമിൽ അത് ഇക്വിലിബ്രിയം കണ്ടീഷനിലാകണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതായത് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്താൽ മാത്രമേ അത് അനങ്ങാതെ നിൽക്കുകയുള്ളൂ. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിന് മോഷനൊന്നും ഇല്ലാതെ നിൽക്കുന്ന കണ്ടീഷൻ. അപ്പോൾ ഒരു ബോഡിയെ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ അതിനൊരു ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ടാവാൻ പാടില്ല, റൊട്ടേഷണൽ മോഷനും ഉണ്ടാവാൻ പാടില്ല അല്ലേ. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇത് എന്താ പാരലൽ ഫോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പാരലൽ ഫോഴ്സസ് ആണ് അല്ലേ. അപ്പോൾ ഈ പാരലൽ ഫോഴ്സസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മൊമെന്റ് കിട്ടും. ആ മൊമെന്റ് അതുപോലെ നമുക്ക് പറയാം റൊട്ടേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇവിടെ റൊട്ടേഷണൽ എഫക്റ്റിന് കാരണമാകുന്ന അല്ലെങ്കിൽ ഇത് ബോഡി റൊട്ടേറ്റ് ചെയ്യാൻ കാരണമായ ആളാരാണ്? മൊമെന്റ് ആണ്. അതുപോലെ തന്നെ ഇനി ഇങ്ങനെ നേരെ കുറെ ആളുകൾ ഇങ്ങോട്ടും വലിക്കുന്നു, കുറെ ആളുകൾ മുകളിലേക്കും വലിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഈ ബോഡിക്ക് പോകാനുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഏത് റിസൾട്ടന്റ് നോക്കിയിട്ട് റിസൾട്ടന്റിന്റെ ഡയറക്ഷനിലായിരിക്കും ആ ബോഡി ആ ഒരു താഴേക്കോ മുകളിലേക്കോ മൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനെ നമുക്ക് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയാം. അപ്പൊ നമ്മളുടെ വിഷയം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇരിക്കണം, മൂവ് ചെയ്യാൻ പാടില്ല. അപ്പൊ അവിടെ എന്ത് വരാൻ പാടില്ല? ട്രാൻസ്ലേഷണൽ മോഷനും വരാൻ പാടില്ല, റൊട്ടേഷണൽ മോഷനും വരാൻ പാടില്ല. അപ്പൊ ട്രാൻസ്ലേഷണൽ മോഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ലേഷണൽ മോഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നോ ട്രാൻസ്ലേഷണൽ മോഷൻ. ഈഫ് എങ്ങനെയായിരിക്കും? ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാകാൻ പാടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? റിസൾട്ടന്റ് 0 ആകണം. റിസൾട്ടന്റ് 0 ആണെങ്കിൽ അതിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാകത്തില്ല. അതായത് ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ W1 + W2 + W3 തന്നെയാണ് T1 + T2 എങ്കിൽ, അതായത് താഴേക്കുള്ള ഫോഴ്സ് തന്നെയാണ് മുകളിലേക്കുള്ളത്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിൽ എന്താണ്? താഴേക്കുള്ള അതേ ഫോഴ്സ് മുകളിലേക്ക് വരുവാണ്. അപ്പൊ ആ കേസിൽ റിസൾട്ടന്റ് 0 ആകും. റിസൾട്ടന്റ് 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയാം. അവിടെ ആ കേസിൽ ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവത്തില്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് റൊട്ടേഷണൽ മോഷൻ ഉണ്ടാക്കാൻ കാരണം ആരാണ്? മൊമെന്റ് ആണല്ലേ. അപ്പൊ നോ റൊട്ടേഷണൽ മോഷൻ ഈഫ് മൊമെന്റ് റിസൾട്ടന്റ് മൊമെന്റ് 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാവില്ല? റൊട്ടേഷണൽ മോഷനും ഉണ്ടാവില്ല. അപ്പൊ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ബ്രീഫായിട്ട് നമുക്ക് എങ്ങനെ പറയാം? റിസൾട്ടന്റും 0 ആക്കണം, മൊമെന്റും 0 ആക്കണം. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേ ഉള്ളൂ, ഇപ്പൊ നമ്മൾ റഫായിട്ടൊന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അപ്പം കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം നമ്മൾ എടുത്തെഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? The algebraic sum of moments of forces about any point in their plane should be 0. The algebraic sum of the forces acting on the body should be 0. അതായത് ഈ ഒന്നാമത്തെ പോയിന്റ് മൊമെന്റ് 0 ആകണമെന്നും രണ്ടാമത്തെ പോയിന്റ് റിസൾട്ടന്റ് 0 ആകണമെന്നും. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? algebraic sum of forces അല്ലേ. F1 + F2 അല്ലെങ്കിൽ F1 - F2, അതിനാണ് algebraic sum എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ algebraic sum എടുക്കുന്നത് നമ്മൾ ആരുടെയാണ്? റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ റിസൾട്ടന്റ് 0 ആകണമെന്നും മൊമെന്റ് 0 ആകണമെന്നുള്ളതാണ് കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് അണ്ടർ കോപ്ലനാർ ഫോഴ്സസ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ AB എന്ന് പറയുന്ന ഒരു റിജിഡ് ബോഡി അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ഒരു ബോഡി, അതിൻ്റെ അകത്തേക്ക് W1, W2, W3 എന്നുള്ള ഡൗൺവേർഡ് ഫോഴ്സും വരുന്നുണ്ട്, T1, T2 എന്നുള്ള അപ്വേർഡ് ഫോഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ പോയിന്റ്സ് കറസ്പോണ്ടിങ് ആയിട്ട് PQRST എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ എങ്ങനെ വരണം? അതായത് ഒന്നാമത്തെ കണ്ടീഷൻ നെറ്റ് മൊമെന്റ് 0 ആണോ എന്നാണ് അല്ലേ. അപ്പോൾ നെറ്റ് മൊമെന്റ് 0 ആണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ക്ലോക്ക് വൈസ് മൊമെന്റ് ഈക്വൽ ടു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലെ. താഴെ അതായത് ഇതിന് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ, അതായത് താഴത്തെ ഈ ഫോഴ്സുകൾ കാരണം ഡൗൺവേർഡ് കാണിച്ചിരിക്കുന്ന ഫോഴ്സുകൾ കൊണ്ടാണ് ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാകുന്നത് അല്ലെ. അതുപോലെ തന്നെ അപ്വേർഡ് കാണിച്ചിരിക്കുന്ന ഫോഴ്സ് കൊണ്ടാണ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഇവർ എത്ര മൊമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയും തന്നെ മൊമെന്റ് ആയിരിക്കണം മേളിലത്തുള്ള ആളുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ ക്ലോക്ക് വൈസ് മൊമെന്റ് ഈക്വൽ ടു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. അപ്പൊ ക്ലോക്ക് വൈസ് മൊമെന്റ് എന്നുള്ളത് എങ്ങനെ എഴുതണം നമ്മൾ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് AP ഇൻറ്റു W1 പ്ലസ് ഇതെന്ത് വരും? AR ഇൻറ്റു W2
പ്ലസ് ഇതെന്ത് വരും AT ഇൻറ്റു W3. അത് എന്തായിട്ട് ഈക്വൽ ആവണം? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആരൊക്കെയാണ്? T1 T2 കൊണ്ടുണ്ടാകുന്ന AQ ഇൻറ്റു T1 പ്ലസ് AS ഇൻറ്റു T2. പ്രോബ്ലംസ് ചോദിച്ച് ചിലപ്പോൾ നിങ്ങളോട് ഈ കണ്ടീഷൻസ് ഇങ്ങനെ ഒരു ഫിഗർ തരുന്നതിന് പകരം പിന്നെ നമുക്ക് ഈ ഡൗൺവേർഡ് ഫോഴ്സസ് ഇത്ര ന്യൂട്ടൺ വെച്ചിട്ട് വരുന്നുണ്ട്, മേളിലേക്ക് 2 ന്യൂട്ടൺ 3 ന്യൂട്ടൺ വരുന്നുണ്ട്, ഡിസ്റ്റൻസും ഒക്കെ തരും. എന്നിട്ട് പ്രോബ്ലം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ കണ്ടീഷൻ എഴുതിയിട്ട് വേണം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അത് എവിടെ ആയിരിക്കണം എന്നുള്ളത് വരാം. നെറ്റ് മൊമെന്റും 0 ആകണം, റിസൾട്ടന്റ് 0 ആണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആ AP എന്നുള്ള ഡിസ്റ്റൻസ് ഒക്കെ അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുത്താൽ മതി. പ്രോബ്ലംസ് നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല. പ്രോബ്ലംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഇടാം. ഇപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ വെക്ടേഴ്സ് തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് കണ്ടീഷൻ ഇങ്ങനെ വെച്ചു, AP ഇൻറ്റു W1 പ്ലസ് AR ഇൻറ്റു W2 പ്ലസ് AT ഇൻറ്റു W3 ഈക്വൽ ടു AQ ഇൻറ്റു T1 പ്ലസ് AS ഇൻറ്റു T2. ഇനി അടുത്തത് എന്താണ്? ഇത് ഒന്നാമത്തെ കണ്ടീഷനിൽ വരുന്നതാ അല്ലേ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ റിസൾട്ടന്റ് 0 ആകണമെന്നല്ലേ? റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സമ്മ് തന്നെ ആയിരിക്കണം T1 പ്ലസ് T2 അല്ലെ? അപ്പൊ W1 പ്ലസ് W2 പ്ലസ് W3 ഈക്വൽ ടു എന്താവണം? T1 പ്ലസ് T2 ആവണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. റിസൾട്ടന്റും മൊമെന്റും 0 ആകണം. റിസൾട്ടന്റ് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സം അപ്വേർഡ് ഫോഴ്സസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സിന്റെ സം എന്ന് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മൊമെന്റ് 0 ആണെങ്കിൽ ക്ലോക്ക് വൈസ് മൊമെന്റ് ഈക്വൽ ടു ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ താഴത്തത് കാരണം ഉണ്ടാകുന്ന മൊമെന്റിന്റെ സം എടുത്തിട്ട് അത് ഈക്വൽ ടു മേളത്തത് കാരണം ഉണ്ടാകുന്ന മൊമെന്റ്, അങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രം മതി. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കപ്പിൾ എന്താണ്, വർക്ക് ഡൺ ബൈ എ കപ്പിൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതാണ് ലാസ്റ്റ് പോർഷൻ. അപ്പോൾ കപ്പിൾ എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരുന്നത്: കപ്പിൾ ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ്, ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ് whose lines of action are different, whose lines of action are different. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. കോൺസ്റ്റിറ്റ്യൂട്ട് അതാണ് ഒരു കപ്പിൾ എന്ന് പറയുന്ന സംഭവം, കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. അപ്പോൾ ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സ്. ഈക്വൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം അല്ലെ? അൺലൈക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? അൺലൈക്ക് എന്ന് പറയുമ്പോൾ ആന്റി പാരലൽ ആയിരിക്കണം അല്ലെ? അപ്പോൾ അത് സംഭവം ഇതാണ്. ലൈൻസ് ഓഫ് ആക്ഷനും ഡിഫറെന്റ് ആകുക എന്നൊക്കെ പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഇത് A, ഇത് B. ഇതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? F ആയിരിക്കും അല്ലെ? അപ്പോൾ ഈക്വൽ ഫോഴ്സ് ആണ്, ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറെന്റ് ആണ്, ആന്റി പാരലൽ അല്ലെങ്കിൽ അൺലൈക്ക് പാരലൽ ഫോഴ്സ് ആണ് അല്ലെ? അപ്പോൾ ടു ഈക്വൽ ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ഹൂസ് ലൈൻസ് ഓഫ് ആക്ഷൻ ആർ ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. അപ്പോൾ ഇവിടെ ഇതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഡൗൺവേർഡ് ഫോഴ്സ് തന്നെയാണ്, താഴേക്കുള്ള ഫോഴ്സ് തന്നെയാണ് മുകളിലേക്കും വരുന്നത് അല്ലെ? അപ്പോൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത് F മൈനസ് F വരും, 0 വരും. അപ്പോൾ റിസൾട്ടന്റ് 0 ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവത്തില്ല. പകരം ഈ ഫോഴ്സിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? മൊമെന്റ് ഉണ്ട് അല്ലെ? ഈ ഫോഴ്സിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് ഈ F ഇൻറ്റു AB അല്ലെ? ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് ഈ ഫോഴ്സ് ഈ പോയിന്റ് ഈ ബോഡിയെ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ നോക്കും. ഈ ഫോഴ്സ് എന്ത് ചെയ്യും? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇത് ക്ലോക്ക് വൈസും ഇത് ആന്റി ക്ലോക്ക് വൈസും ഇതിനെ ഇങ്ങനെ പിടിച്ച് ഒരു റൊട്ടേഷണൽ ടെൻഡൻസി ഉണ്ടാക്കും. അതായത് റൊട്ടേഷണൽ മോഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആര്? ഒരു കപ്പിള്. അപ്പൊ കപ്പിള് അപ്പോൾ വർക്ക് ഡൺ ബൈ എ കപ്പിൾ. വർക്ക് ഡൺ ബൈ എ കപ്പിളിന് W ഈക്വൽ ടു സി തീറ്റ എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. W ഈക്വൽ ടു സി തീറ്റ. സി എന്താ തീറ്റ എന്താന്നൊക്കെ ഡെറിവേഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. ഇപ്പോൾ AB എന്ന് പറയുന്ന ഒരു ബോഡി, ആ ബോഡിയിലേക്ക് 2 ഫോഴ്സസ് അല്ലെ? അതായത് നമ്മുടെ കപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? FF ആണ് നമ്മുടെ കപ്പിൾ. അപ്പം ലെറ്റ് FF be the couple അല്ലെ? ഇനി ആ ബോഡി ഏതാണ്? ഈ കപ്പിൾ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ബോഡി AB. ഇതിന്റെ അകത്ത് ഈ ഡെറിവേഷനിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഈ സാധനം ഇങ്ങനെ ഇപ്പൊ B എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുന്നില്ലേ? അതിങ്ങനെ പതുക്കെ മാറിയിട്ട് ഇപ്പൊ ഇതിന്റെ ഒരു ഇക്വിലിബ്രിയം ഒരു പൊസിഷൻ ആണെന്ന് വെച്ചോ.
ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ നേരെയാണ് ഇരിക്കുന്നത്, ഇത് റൊട്ടേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ റൊട്ടേറ്റ് ചെയ്ത് ഒരു ന്യൂ പൊസിഷൻ ഞാൻ കാണിക്കുകയാണ്. വേറെ കളർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗിയിൽ കാണാമായിരുന്നു. അപ്പൊ ഇത് ഞാനിപ്പോൾ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. നിങ്ങൾ പേനായും പെൻസിലും കൊണ്ട് 2 കളറായിട്ട് വരച്ചാൽ മതി. ഇത് AB തന്നെയാണ്. അപ്പൊ ഈ A ഞാൻ A1 എന്നും പുതിയ പൊസിഷനിൽ ഇരിക്കുന്നതിന് A1 എന്നും ഇത് B1 എന്നും പറയാം. അതായത് ഈ AB തന്നെയാണ്. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ A1 B1 ഇരിക്കുമല്ലോ. അപ്പൊ ഇത് ട്രാവൽ ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് വെച്ചോ, തീറ്റ. അപ്പൊ ഇത് AB എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുകയായിരുന്നു, അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ B1 A1 എന്ന പുതിയൊരു പൊസിഷനായി. അപ്പൊ നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതായത് നമ്മളൊരു ജോലി ചെയ്തു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഫോഴ്സ് പ്രയോഗിച്ചാൽ മാത്രം പോരാ. ഏത് ബോഡിയിലാണോ നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുന്നത് ആ വസ്തുവിനൊരു മൂവ്മെന്റ് ഉണ്ടാവണം. അപ്പൊ ആ വസ്തു എത്ര ദൂരം നീങ്ങി അതേ ഇൻറ്റു ആ ദൂരം ഇൻറ്റു നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് എന്ത് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഈ കേസിൽ നമ്മുടെ വസ്തു അല്ലെ, ഈ AB എന്ന് പറയുന്ന വസ്തു എന്ത് ചെയ്യാണ്? A1 B1ലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പൊ അതിനവിടെ നമുക്കൊരു വർക്ക് ഡൺ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ പുതിയ വർക്ക് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? F ഇൻറ്റു ഫോഴ്സ് F തന്നെയല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ ഈക്വൽ ടു F ഇൻറ്റു ആ ഡിസ്പ്ലേസ്മെന്റ്, അത് നീങ്ങിയ ഡിസ്പ്ലേസ്മെന്റ് എന്താ? Aയിൽ നിന്ന് A1ലേക്ക്. ഈ പോർഷൻ Aയിൽ നിന്ന് A1ലേക്കും ഈ പോർഷൻ Bയിൽ നിന്ന് B1ലേക്കും മാറി. അപ്പൊ F ഇൻറ്റു A1 പ്ലസ് F ഇൻറ്റു BB1. F ഇൻറ്റു A1 പ്ലസ് F ഇൻറ്റു BB1. ഇനി നമ്മൾ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടാവും, ആർക്ക് എന്ന് പറയുന്നത് സർക്കിളിന്റെ ഒരു പോർഷൻ ആണ് അല്ലെ. ഇതൊരു ആർക്ക്, ഇതിനെ നമ്മൾ റേഡിയസ് എന്ന് പറയും. അതായത് ഇതൊരു സർക്കിൾ ആണെങ്കിൽ സർക്കിളിന്റെ ഒരു പോർഷൻ ആണ് ആർക്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അടുത്ത എക്സ്പ്രഷനിലേക്ക് പോകാൻ വേണ്ടി പറയുന്നതാണ്. ഇത് ആർക്ക്, ഇത് റേഡിയസ്. അപ്പോൾ ഇത് തീറ്റ എന്ന് പറഞ്ഞോ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു റിലേഷൻ ആണ് തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. എന്താണ് തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്? ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് പഴയ സംഭവം പൊക്കിയെടുത്തതാണ്. തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞോളൂ എങ്ങനെയാണ് ഒരു ആർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർക്ക് സ്വൈപ്പ് ചെയ്യുന്ന അതായത് ആർക്കിനുള്ളിൽ വരുന്ന ആംഗിൾ തീറ്റ ആണ്. റേഡിയസ് R ആണെങ്കിൽ നമുക്ക് പറയാം തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ R ആയിരിക്കും. ഓക്കെ, തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് ഇവിടെ ഈ ആർക്ക് എന്ന് പറയുന്നത് BB1 ആണ്. OA അല്ലെങ്കിൽ OB എന്നൊക്കെ പറയുന്നത് എന്താണ്? OB1 എന്നൊക്കെ പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറയുന്നത് ഇത് റൊട്ടേറ്റ് ചെയ്യല്ലേ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സർക്കിളിന്റെ ഒരു ഇതുപോലെയാ വരുന്നത്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസും OB1 എന്ന് പറയുന്ന ഡിസ്റ്റൻസും OB എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഒക്കെ എന്താണ്? റേഡിയസ് ആയിട്ട് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് A1 എന്നുള്ളത് തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് നോക്കുകയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്താ വരും? BB1 ഡിവൈഡഡ് ബൈ റേഡിയസ് എന്താണ്? OB അല്ലെ. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഈക്വൽ ടു A1 ഡിവൈഡഡ് ബൈ OA. അപ്പൊ നമുക്ക് BB1 എന്നുള്ളത് എങ്ങനെ എഴുതാം? BB1 ഈക്വൽ ടു OB ഇൻറ്റു തീറ്റ. അതുപോലെ തന്നെ A1 എന്ന് പറയുന്നത് OA ഇൻറ്റു തീറ്റ. A1 ഈക്വൽ ടു OA ഇൻറ്റു തീറ്റ. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ A1നും BB1നും പകരം ആരെ എഴുതാൻ പോവുകയാണ്? OB തീറ്റ എഴുതാൻ പോവുകയാണ്. അപ്പൊ വർക്ക് ഡൺ W ഈക്വൽ ടു ഈ സംഭവം എങ്ങനെയാവും? W ഈക്വൽ ടു F ഇൻറ്റു OB തീറ്റ പ്ലസ് F ഇൻറ്റു OA ഇൻറ്റു തീറ്റ. F ഇൻറ്റു OB തീറ്റ പ്ലസ് F ഇൻറ്റു OA തീറ്റ. അപ്പൊ ഇതെന്ത് വരും? F ഇൻറ്റു OA പ്ലസ് F തീറ്റ കോമൺ അല്ലേ. ഇതിൻ്റെ അകത്ത് F തീറ്റ ഉണ്ട്, ഇതിൻ്റെ അകത്ത് F തീറ്റ ഉണ്ട്. അപ്പൊ F തീറ്റ നമുക്ക് കോമൺ ആയിട്ട് എടുത്തിട്ട് OA പ്ലസ് OB എന്ന് കൊടുക്കാം. OA പ്ലസ് OB എന്താണ്? OA പ്ലസ് OB, OA പ്ലസ് OB AB അല്ലേ. അപ്പൊ നമുക്ക് ഇത് എന്ത് കൊടുക്കാം? F ഇൻറ്റു AB ഇൻറ്റു തീറ്റ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതിയാലും കുഴപ്പമില്ലല്ലോ. ഇനി F ഇൻറ്റു AB എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൊമെന്റ് അല്ലേ. അപ്പൊ W ഈക്വൽ ടു C തീറ്റ എന്ന് കിട്ടും. ഇതാണ് ആ ഡെറിവേഷൻ. W ഈക്വൽ ടു C തീറ്റ വേർ C ഈസ് മൊമെന്റ്. F ഇൻറ്റു AB എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൊമെന്റ് അല്ലേ. അപ്പൊ മൊമെന്റ് ഇൻറ്റു തീറ്റ എന്ന് പറയുന്നതാണ് എന്ത്? വർക്ക് ഡൺ ബൈ കപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഡെറിവേഷൻ ഇതാണ്. നമ്മൾ ആദ്യം AB എന്ന് പറയുന്ന ഒരു ബോഡി വരയ്ക്കണം. അതിലേക്ക് ആക്ട് ചെയ്യുന്ന കപ്പിൾ FF കാണിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുക ലെറ്റ് FF ബി ദ കപ്പിൾ ആക്ടിങ് ഓൺ എ ബോഡി AB. അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ടത് നമുക്ക് ഇതൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ്, അതായത് ഈ AB തന്നെയാണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന A1 B1. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ A1 B1 എന്ന് പറയുന്ന ഒരു
പുതിയ പൊസിഷൻ നിങ്ങൾ കാണിക്കണം നിങ്ങളുടെ ഫിഗറിൽ. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾക്ക് വർക്ക് ഡൺ. അപ്പൊ ഇതൊന്നും മൂവ് ചെയ്തില്ലേ, നമ്മൾ ഇങ്ങനെ ഇരുന്ന സാധനത്തിന് ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ അവിടെ കപ്പിൾ ഓഫ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ വർക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഫോഴ്സും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഇവിടുത്തെ ഫോഴ്സ് F ഇൻറ്റു A1 അല്ലെ, അത് മൂവ് ചെയ്യുന്നത് A1 ഡിസ്റ്റൻസ് അല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പൊ ഈ ഫോഴ്സ് ഇൻറ്റു ഈ A1, ഈ ഫോഴ്സ് ഇൻറ്റു BB1. എന്നിട്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി, W = C തീറ്റ. അതായത് F ഇൻറ്റു AB എന്ന് പറയുന്നത് എന്താണ്, മൊമെന്റ് ആണ്. മൊമെന്റിനെയാണ് C എന്ന് പറയുന്നത്. വേർ C ഈസ് മൊമെന്റ്, വേർ C ഈസ് മൊമെന്റ്, F ഇൻറ്റു AB. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് വെനീസ് അക്കാഡമി.